നമ്മുടെ ഹേസുവിൻ്റെ പുതിയ തട്ടക എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് കേട്ടോ. അവൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം കാറിലാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി പിടിച്ച് എങ്ങോട്ടാണ് ഈ കുട്ടിയും മമ്മിയും ഡാഡിയൊക്കെ കൂടെ പോകണമെന്ന് വെച്ചെങ്കിൽ ടൗണിൽ പോവാണ്. അവർക്ക് സിമ്മ് റെഡിയാക്കാനുണ്ട്, ക്യാൻറ്റീനിൽ പോകാനുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് കുറേ പേര് ചോദിച്ചായിരുന്നു കട്ടയ്ക്ക് എന്താണ് ജോലി എന്നുള്ളത്. കട്ട ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർ പോയിട്ട് വരട്ടെ. ആദ്യമൊക്കെ ഫോൺ മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്ന കുട്ടി എപ്പോൾ കണ്ടില്ലേ എന്തൊക്കെ സാധനങ്ങൾ പേറിയിട്ടാണ് കുട്ടി പോണത് നോക്കിയേ. ഇവർ മാത്രമല്ല കേട്ടോ, അമ്മയും കൂടെ പോകുന്നുണ്ട്. അമ്മേൻ്റെ ആവശ്യമുണ്ട്, സിമ്മ് റെഡിയാക്കണമെങ്കിലൊക്കെ അമ്മയും പോകണം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോയി വരട്ടെ. അല്ലൂസ് വരുന്നതിന് മുന്നേ പോകണം എന്നാണ് ഇവർ പ്ലാൻ ചെയ്തത്, കാരണം ഇല്ലെങ്കിൽ അല്ലൂസ് വിടൂലേ. പക്ഷേ ഓൻ വന്ന് ഓന് ടി വി ഒക്കെ തുറന്നു വെച്ചെടുത്തപ്പോൾ ഓൻ അങ്ങനെ ആടൊക്കെ അത് കണ്ടിരുന്നുകൊണ്ട് വലിയ അലമ്പുണ്ടാക്കിയില്ല. പക്ഷേ അലമ്പാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇതാ പെണ്ണ് കയറിയിരിക്കുന്നുണ്ടേ. തുമ്പിമോള് അച്ഛമ്മേനെ കൂടെ പോകാമെന്ന് പറഞ്ഞ് കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു പണിയാകുന്നു, പക്ഷേ ഇല്ല. ഞാൻ പറഞ്ഞപ്പം മെല്ലെ ഇറങ്ങി പോകുന്നു കേട്ടോ. സൂചി വെക്കാൻ പോവാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വേഗം അങ്ങോട്ട് പോരും. കാരണം എന്തിനാ വെറുതെ പോയിട്ട് ഓരോ സൂചിയൊക്കെ വാങ്ങി വരുന്നത്. ഹേസുനാണെങ്കിൽ ചെറുതായിട്ട് ചുമയുണ്ട് കേട്ടോ. അപ്പം അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ചെറിയൊരു ചുമയാണ്, എന്നാലും ഉണ്ട് ഗൈസ്. സൂചി വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തുമ്പി ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങി. അമ്മ ചുരിദാർ ഇട്ട് എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് ഇടാൻ വേണ്ടിയിട്ട്. ചുരിദാർ ഉണ്ടെങ്കിൽ പോലും എവിടെയും പോകുമ്പോൾ അമ്മയ്ക്ക് സാരി ചുറ്റിപ്പോയില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നിർബന്ധിക്കണം, അമ്മ എന്തിനാ ചുരിദാർ വാങ്ങിയത്, ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാൽ അമ്മ ചുരിദാർ ഇട്ടിട്ട് പോകും. അങ്ങനെ ഇതാ അവർ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇളയമേൻ്റെ അനിയത്തി നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇളയമേൻ്റെ അനിയത്തിയാണ്. കുറേ പേര് ഇളയമ ഭയങ്കര സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളയമയ്ക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇളയമേൻ്റെ പഴയ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയക്കണേ എന്ന് ഞാനിതാ ഈ വല്യമ്മേൻ്റെ അടുത്തും പിന്നെ ശൈലജ ചേച്ചീൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തുമ്പി കാര്യമായിട്ട് അവരോട് വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ ഹെയ്സും കട്ടയും കല്യാണിയും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളെ ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത് കേട്ടോ. അപ്പോൾ വേഗം ഹെയ്സ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി നന്നായി വിതുമ്പുന്നുണ്ടായിരുന്നേ. ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാത്തിനും വേഗം വിതുമ്പും കരയും. ഇങ്ങനെ എടുക്കുന്നതൊക്കെ തീരെ ഇഷ്ടമല്ല. തിരിച്ച് പിടിക്കണം, തിരിച്ചിങ്ങനെ പിടിച്ച് ഓക്കെ എല്ലാ കാഴ്ചയും കാണണം, എന്നാൽ ഓൾ ഓക്കെയാണ്. ഓളെ മാത്രം എടുത്തതിന് തുമ്പമ്മ പിണങ്ങിയിരുന്ന ഞങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനെ അവരൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹെയ്സുവിന്. അത് കാര്യമായിട്ട് വാങ്ങി പിടിച്ചത് കണ്ടില്ലേ. അങ്ങനെ അവർ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ്. കാരണം 6-6:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ലേറ്റായി, പോയിട്ട് വേണം വിളക്കെത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അധിക ദൂരമൊന്നുമില്ല കേട്ടോ, അവിടെ അടുത്ത് തന്നെയാണ്. ഹെയ്സ് എന്നാലും നോക്കുക ഓളെ ഗിഫ്റ്റൊന്നും കൈവിട്ടിട്ടില്ല കേട്ടോ. അത് മുറുക്ക പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ് കേട്ടോ. അവൾക്ക് എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കണം. അങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ്. തുമ്പമ്മ കുറേ നേരം അവരടുത്ത് വർത്താനം പറഞ്ഞു കേട്ടോ. ആ കാര്യത്തിൽ എൻ്റെ കുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വായ അടക്കിയേ ഇല്ല. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ കട്ടതാ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കല്യാണി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഹേസു കരഞ്ഞപ്പോൾ ഞങ്ങളും എല്ലാം പുറത്തിറങ്ങിയാണ്. പക്ഷേ ഇവിടെ നന്നായി കൊത്തുന്നൊരു പൂവൻകോഴിയുണ്ട്. എപ്പോഴാണ് ബാക്കിൽ വന്ന് കൊത്ത് കിട്ടുമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ചുറ്റും കണ്ണ് വെച്ചുകൊണ്ടാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഗൈസ്.